ബീട്രൂട്ട് നമ്മൾ കഴിക്കുന്നത് ഹെൽത്ത് പരമായിട്ട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ഫാറ്റി ലിവർ ഉള്ള ആളുകൾ, അതുപോലെ കൊളസ്ട്രോൾ ഉള്ള ആളുകളൊക്കെ ബീട്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതുമാത്രമല്ല, നമ്മൾ കുട്ടികൾക്കാണെങ്കിലും ഗർഭിണികൾക്കാണെങ്കിലും ഈ ഒരു ബീട്രൂട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ കൗണ്ട് വർദ്ധിക്കാനൊക്കെ ആയിട്ടും വളരെ നല്ലതാണല്ലേ. അപ്പോൾ നമ്മൾ ഈ വീട്ടിലൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിലും മിക്കവരും തന്നെ ബീട്രൂട്ടൊക്കെ വാങ്ങിച്ചത് വാട്ടി പള്ള കളയുന്ന ആളുകളാണല്ലേ. മിക്ക അമ്മമാരും അത് ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് വാട്ടി കുരഞ്ഞ് കഴിഞ്ഞപ്പം ചേട്ടന്മാർ കാണാതെടുത്ത് പള്ള കളയും. അപ്പോൾ ഇങ്ങനെ കളയുന്ന അമ്മമാർ ഈ ഒരു രീതിയിൽ നിങ്ങൾ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കഴിക്കില്ലാത്ത ആളുകൾ പോലും നമുക്ക് ഈ ഒരു ബീട്രൂട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുക്കുമ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ചെറിയ രീതിയിൽ തന്നെ അത് ചെറിയൊരു ചതുര കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കത് പച്ചടി രൂപത്തിലെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കത് ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ പറ്റും. അത് മാത്രമല്ല കേട്ടോ, ഇത് ഒരാഴ്ച ഇരുന്നാലും ഈ ഒരു കറി കേടാവത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇടേണ്ട ആവശ്യ സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ ഒരു കുറച്ച് മുളക് പൊടിയും അതുപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്. നമ്മൾ മോരുകറിക്ക് എടുക്കുന്ന പോലെ വെള്ളം ഒഴിക്കരുത്. ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളിത് ഒഴിച്ചിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പം ബീട്രൂട്ട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് കടിക്കുമ്പം നമുക്ക് ആ ഒരു ബീട്രൂട്ട് എന്തെങ്കിലും ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അമ്മമാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ബീട്രൂട്ടിൻ്റെതായ ഒരു മക്ക് ചൊവ്വയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി, 2-3 കഷ്ണം വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ ആ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുണ്ടല്ലോ വെള്ളം ഒഴിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് നല്ല കട്ട തൈരുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറിയൊരു കഷ്ണം പച്ചമുളക്, നല്ലൊരു ടേസ്റ്റാണ് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്തിട്ട് നിങ്ങളത് തീ ഒന്ന് സിമ്മിലിട്ടിട്ട് വേണം അത് അരച്ചെടുക്കാൻ. നമ്മളത് കൂടുതൽ നമ്മൾ തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ട് അങ്ങോട്ട് വെന്ത് പോകും കേട്ടോ. അപ്പോൾ ഒരുപാട് വെന്ത് പോകരുത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്കത് ഇതുപോലെ നമ്മൾ ആ ഒരു അരച്ച തേങ്ങ നന്നായിട്ട് അങ്ങോട്ട് നമ്മൾ ആ ഒരു കറിയിലേക്ക് എടുത്ത് ഒഴിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നമ്മൾ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു കടലാക്രമണം കണക്കാക്കി വെക്കരുത് കേട്ടോ. നമ്മൾ പച്ചടിയുടെ ഒക്കെ അമ്മമാർക്ക് അറിയാമല്ലോ, നമ്മൾ സദ്യ സ്പെഷ്യൽ പച്ചടിക്കൊക്കെ ഏകദേശം ഒരു കുറുകിയ രീതി തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ശരിക്കും സദ്യ കഴിക്കുന്ന ഒരു സുഖം കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ ഇതുപോലെ ഒരു തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് താളിച്ച് ഒഴിക്കാനായിട്ട് നമുക്കൊരു കുറച്ച് കടുക് ഒന്ന് പൊട്ടിക്കാം കേട്ടോ. കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു നുള്ള ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 2-3 വറ്റൽമുളകാണ് കേട്ടോ. ഈ ഒരു വറ്റൽമുളകിൻ്റെ കൂടെ കൂടിയിട്ടുള്ള താളിച്ചിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് താളിച്ച് ഒഴിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു പപ്പടമൊക്കെ കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ലൊരു സദ്യ കഴിക്കുന്നൊരു സുഖം കിട്ടും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറി ഒരാഴ്ച ഇരുന്നാലും കേട് വരത്തില്ല. അപ്പോൾ അമ്മമാരൊക്കെ ഈ ഒരു രീതിയിൽ ബീട്രൂട്ട് ഇടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ രക്തക്കുറവൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിലും പ്രത്യേകിച്ച് ഗർഭിണികൾക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഫാറ്റ് ലിവർ ഉള്ളവർക്കൊക്കെ ഒരുപാട് അത് ഗുണം ചെയ്യുന്ന ഒന്നും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ട് എല്ലാവർക്കും കൂടി ഷെയർ എത്തിക്കാം കേട്ടോ. പിന്നെ ഫോളോ ചെയ്ത് മനസ്സിലാക്കി ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെക്കണേ.